അപ്പോൾ വീട്ടിൽ ഫിഷൊക്കെ വളർത്തുന്നവരെ വീട്ടിലുണ്ടാകും നമ്മുടെ ഓക്സിജന്. ഒരുപാട് തരത്തിലുള്ള ഓക്സിജൻ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ അതിനൊക്കെ കൂടുതലായിട്ട് കറണ്ട് വലിച്ചെടുക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബാറ്ററിക്കൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ഓക്സിജനാണ് ഇന്ന് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത്. അപ്പോൾ ഫിഷ് ടാങ്കൊക്കെ വീട്ടിലുള്ളവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയൊരു വീഡിയോ ആണ്. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും എന്ത് ചെയ്യും, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഫോം ഷീറ്റാണ്. ഫോം ഷീറ്റ് കൊണ്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യും, ഒരു ബോക്സ് ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഫോം ഷീറ്റ് ഒരു ചെറിയ രൂപത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഫോം ഷീറ്റ് തന്നെ വേണമെന്നില്ല, നമുക്ക് കാർഡ്ബോർഡിൻ്റെ പീസ് ആയാലും മതി. അപ്പോൾ എന്ത് ചെയ്യാം, ഇതൊന്ന് ഒട്ടിച്ച് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ് നിർമ്മിക്കാൻ, വലിയ കോസ്റ്റും വരുന്നില്ല. നമ്മൾ DC മോട്ടർ വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പവർ ബാങ്കിലൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഈ ഒരു ഭാഗം കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു ബോക്സ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു DC മോട്ടറാണ് ഇവിടെ കൊടുക്കാനുള്ളത്. അതിന് മുന്നേ നമുക്ക് ഈ ഒരു സൈഡിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. അതായത് നമുക്ക് കണക്ടർ വെക്കാൻ പാകത്തിൽ നമുക്ക് ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മൊബൈൽ ചാർജറിനൊക്കെ യൂസ് ചെയ്യുന്ന കണക്ടറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആകെ 5 രൂപ കണ്ട് ഈ ഒരു കണക്ടറിന് ചിലവ് വരുന്നത്. അപ്പം ഈ ഒരു കണക്ടർ നമ്മളിവിടെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം വരുന്നത് DC മോട്ടറാണ്. ഈ ഒരു DC മോട്ടറാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിലെ കണക്ഷൻ വരുന്നത് ഒരു ബ്ലാക്ക് വയറും ഒരു റെഡ് വയറുമാണ്. നെഗറ്റീവ് ലെഗിൽ ബ്ലാക്ക് വയറും പോസിറ്റീവ് ലെഗിൽ ആ ഒരു റെഡ് വയറുമാണ് നമ്മളിവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുന്നത്. കാര്യമായിട്ട് നമുക്ക് ഇത്ര മാത്രമേ ഇതിന് വർക്കിംഗ് വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗത്തുകൂടെ നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഒരു ട്യൂബ് കൊടുക്കാൻ പാകത്തിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെയും ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ട്യൂബ് അവിടെ ടൈറ്റ് ചെയ്ത് നിർത്താം. ആ ഒരു ട്യൂബ് നമ്മളവിടെ ടൈറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് ഗമ്മ് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്ര മാത്രം അതിന് വർക്കിംഗ് വരുന്നത്. ഈ ഒരു ട്യൂബ് നമുക്ക് ഇതിന് എന്ത് ചെയ്യാം, കണക്ട് ചെയ്ത് കൊടുക്കാം. കണക്ട് ചെയ്തിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ചെറിയൊരു പവർ ബാങ്ക് എടുത്തിട്ടുണ്ട്. ആ ഒരു ചെറിയ പവർ ബാങ്കിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു പവർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും, നമ്മുടെ മോട്ടർ ഓണാവുന്നൊരു ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പം എന്ത് ചെയ്യാം, ഇനി നമുക്കിത് അക്വേറിയത്തിലിട്ടിട്ട് കൂടുതൽ വർക്കിംഗ് ആണോ അല്ലേന്ന് നോക്കാം. അപ്പം അക്വേറിയത്തിലിടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, കുമിളകൾ പൊങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ 100% ഇത് വർക്കിംഗ് ആണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഫിഷ് ടാങ്കൊക്കെ ഉള്ള സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്യാം, തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.